കാലത്ത് തന്നെ എണീറ്റ് ഇറയത്ത് വന്നിരുന്നപ്പോൾ നമ്മുടെ പീക്കുറുത എന്നെ വിളിഞ്ഞു നോക്കുന്നു കേട്ടോ. പിന്നെ സ്നേഹമുള്ളവനെ വിളിച്ചപ്പോഴേക്കും ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ രണ്ടാളും ഫാമിലേക്ക് ഇറങ്ങിയിട്ടാ. കാലത്ത് തന്നെ പീക്കുറുവിന് ഫിഷ് പെഡിക്യൂറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളും ഹാപ്പി. പിന്നെ ഫാമിലി ഫുൾ പണികൾ കിടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇതിൽ പൈസ ഇറക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഷീറ്റൊക്കെ മാറ്റിയതിൻ്റെ ഇടയിൽ നമുക്കൊരു പുതിയൊരാളെയും കൂടി കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നല്ല അടിപൊളി ഒരു മഞ്ഞച്ചേര. ഇവനെ വറുത്തടിക്കണോ കറി വയ്ക്കണോന്ന് പീക്കുറിനോട് ചോദിച്ചപ്പോൾ ഇപ്രാവശ്യത്തേക്ക് വിട്ട് കളഞ്ഞ കാശാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെറുതെ വിടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നുള്ള അരാപ്പൈമേരെ എടുത്തിക്കുക. ഒരു ഡെഡായിട്ടുള്ളൊരു മീൻ ഉണ്ടായിരുന്നു. ഇട്ടെടുത്തപ്പോഴേക്കും ആകെ ബഹളം. പീക്കുറ് വരെ ഞെട്ടിപ്പോയിട്ടാ കണ്ടിട്ട്. അപ്പം പിന്നെ നേരെ വണ്ടി എടുത്ത് മാർക്കറ്റിൽ പോയിട്ട് ചാള വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. ചാളയും കൊണ്ട് നമ്മുടെ അരാപ്പൈമേരെ അടുത്തേക്ക് പോയപ്പോൾ നമ്മുടെ പൊന്നൂട്ടനും വന്നു കൂടെ. അവൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ഒരാൾ പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഫോണൊക്കെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാന്ന് ചോദിച്ചത്. പക്ഷെ അപ്പയ്ക്കും ആകെ ബഹളണ്ട. ആർത്തി മൂത്ത് ഭ്രാന്തായതാന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും. മീനെ കണ്ടാൽ തന്നെ എല്ലാവരും അവിടെ കിടന്ന് കുത്തി മറയലാണ്. കാണാൻ പക്ഷെ ഭയങ്കര രസമാട്ടാ. പക്ഷെ എന്താണ് ഇവിടെ നടക്കണമെന്നൊന്നും മനസ്സിലാവേണ്ട. നമ്മുടെ മൗസ് അവിടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോൾ 2 അടി 3 അടി വലിപ്പമുള്ള അരാപ്പയ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും നമ്മുടെ ഫാമിലിക്ക് പോന്നോട്ടാ. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കുറച്ച് കോഴി ഫിഷുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വരുന്നതൊക്കെ എല്ലാവരും വിശന്നിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് വയറിറച്ച് തീറ്റിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ബാച്ച് ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോയി. അവരും നമ്മളെ കണ്ടപ്പോൾ ഓടി വരുന്നതൊക്കെ കാലത്ത് തന്നെ ഞാൻ കാണുന്ന കാഴ്ചകളാട്ടാ. ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ താമര മതി മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടാ. 5 വെറൈറ്റി താമരകളാണ് എൻ്റെ ഉള്ളത്. 2 വെറൈറ്റിയിൽ ഇപ്പോൾ ഈ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കണതാണ് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം താമര വെച്ചാലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ നോക്കി തെങ്ങുമ്പോൾ ഒരാളിരിക്കണത് ഒരു ഓന്ത് സെയിം കളറുണ്ട് അല്ലേ. ഇവർ കളർ ചേഞ്ച് ചെയ്യണം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നലെ നല്ല രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പറമ്പൊക്കെ നോക്കി നനഞ്ഞിരിക്കുക. ഇത് പറമ്പിലുള്ളൊരു പോണ്ടാട്ടാ. അതിൽ നോക്കി വലിയ ജെയിൻറ്റ് കയറാമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മിക്സഡ് കപ്പിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നോക്കി ഒരു പുതിയ കൂണൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കണത് നല്ല രസമില്ലേ. ഫുള്ള് നെറ്റ് പോലെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറേ വെറൈറ്റി ഐറ്റങ്ങൾ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാട്ടോ. അതുപോലെ തന്നെ ചക്ക മാങ്ങ അതുപോലെ തന്നെ പുതിയ പൂക്കളുകളൊക്കെ. ഈ ഒരു പൂ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അധികം കാണാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അധികം ബോറടിപ്പിക്കുന്നില്ല. പിന്നെ പുതിയ വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ.